പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവം നമ്മെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവം ദാനമായി തന്ന ഈ പുതിയ പ്രഭാതത്തിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് തന്ന നല്ല മനസ്സിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി ദൈവാത്മാവ് നമുക്കായി കാണിച്ചു തന്ന ഒരു വചനം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ച ചിലരെ തൻ്റെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന് അവൻ അരികെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തന്ന വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നതായി തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 12 പേരും കർത്താവിൻ്റെ അടുക്കൽ വന്നുവെങ്കിലും കർത്താവിനോട് ചേർന്ന് നിന്ന 3 പേരെ പോയിന്റ് ചെയ്യുന്നതായ ഒരു വചനമാണിത്. ബോധിച്ച ചിലരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കണം. അങ്ങനെ വിളിച്ചു. ചിലർ ഓടി വന്ന് കർത്താവിനോട് അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലായത്, ഇവരെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ തനിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അവരെ രൂപാന്തരപ്പെടുത്തിയാൽ അവർ നല്ല ശിഷ്യന്മാരാണെന്ന് കർത്താവ് കണ്ടുപിടിച്ചു. എന്നാൽ കർത്താവിന് ബോധിക്കത്തക്കതായ വലിയ സ്വഭാവ ഗുണങ്ങളൊന്നും അവരിൽ ഉണ്ടായിരുന്നില്ല. അത് കണ്ടുകൊണ്ട് കർത്താവ് പത്രോസിന് പെട്ടെന്ന് പേര് മാറ്റി. ശിമോൻ എന്ന് വിളിച്ചിരുന്നതായ വ്യക്തിയെ കർത്താവ് പറഞ്ഞു, നിനക്കിനി ശിമോൻ എന്നല്ല പത്രോസ് എന്ന് പേരാകും. അതിനുശേഷം യോഹന്നാനെയും യാക്കോബിനെയും കണ്ടുകൊണ്ട് സെബദി പുത്രന്മാരായ ആ 2 പേർക്കും കർത്താവ് പേരിട്ടു ഇടിമക്കൾ, അതായത് മിന്നലിൻ്റെ മക്കൾ എന്നർത്ഥമുള്ള ബൊനേർഗസ്. അതിൻ്റെ അർത്ഥം മിന്നലിൻ്റെ മക്കൾ. പത്രോസിന് ക്ഷിപ്ര സ്വഭാവം, ക്ഷിപ്രകോപം. സെബദി പുത്രന്മാർക്ക് വേണ്ടി വന്നാൽ ആകാശത്തുനിന്ന് തീ ഇറക്കി ശമര്യരെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ചുട്ടരിക്കാനുള്ളതായ തത്രപ്പാട്. ഇവരെ രൂപാന്തരപ്പെടുത്തണമെന്നത് കർത്താവിന് ഒരാവശ്യബോധമുണ്ടായി. ഇങ്ങനെ സെബദി പുത്രന്മാർ, ഈ ബൊവേനർഗസ് എന്ന് പേരുള്ളതായ ഈ 2 പേരും, ഒരാൾ സ്നേഹത്തിൻ്റെ സന്ദേശവാഹകനായി, മറ്റൊരാൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനായി. യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. സഹനശക്തി തന്നിൽ മനുഷ്യർക്ക് നടപ്പല്ലാത്തതൊന്നും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതായ ഒരു ആശ്വാസവാക്ക്, ഒരു ഗ്രേറ്റ് മെസ്സേജ് ലോകത്തിന് കാഴ്ചവെച്ചവർ. അതുവരെയും പരീക്ഷകൾ വന്നുകൊണ്ടിരുന്ന മനുഷ്യരെല്ലാം കർത്താവിനോട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. നടത്തിപ്പുകാരല്ലെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതത്തിൽ ആകുലപ്പെട്ടുകൊണ്ടിരുന്നവരോട് പറയുകയാണ്, ഇല്ല, നമുക്ക് മാത്രമല്ല, ലോകത്തിൽ സകലർക്കും പരീക്ഷയുണ്ട്. എന്നാൽ നമുക്ക് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ അവർ പരീക്ഷയെ സഹിക്കുന്നില്ല, നമ്മൾ സഹിക്കുന്നവരാകണം. നോക്കൂ, ഒരു സമയത്ത് മിന്നലിൻ്റെ മക്കൾ പറയുന്ന വാക്കാണ്. യോഹന്നാന്റെ ഭാഷ മുഴുവനും, പ്രസംഗം മുഴുവനും, ഉപദേശം മുഴുവനും സ്നേഹത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ സന്ദേശവാഹകനായി, സുവിശേഷകനായി യോഹന്നാൻ രൂപാന്തരപ്പെട്ടു. കർത്താവ് അവരെ അടുക്കൽ നിർത്തിയപ്പോൾ അവരിൽ രൂപാന്തരമുണ്ടായി. കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോൾ മനുഷ്യരിൽ രൂപാന്തരമുണ്ടാകുന്നു. തന്നെയല്ല, ഗോഡ് ക്യാൻ യൂസ് എനി വെസൽസ്. ദൈവത്തിന് ഏത് പാത്രവും ഉപയോഗിക്കാൻ കഴിയും, രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനൊരു നല്ല തെളിവാണ് കർത്താവ് കാണിച്ചത്. കൂടെ അതിൽ നിന്ന് നമുക്കൊരാശയം കൂടെ ലഭിക്കുന്നുണ്ട്. ഈ കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക് നല്ലൊരു അടിസ്ഥാന ഉപദേശം എന്താണെന്ന് അറിയാമോ? ഈ ക്ഷിപ്ര സ്വഭാവമുള്ളവരെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയും. ചില കുടുംബ ജീവിതത്തിൽ പെട്ടെന്ന് കോപികളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. പെട്ടെന്ന് ഇടിമിന്നൽ പോലെയുള്ള സ്വഭാവമാണ്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അവരുടെ കോപം പെട്ടെന്ന് ഒരു പൂത്തിരി കത്തി അമരുന്നത് പോലെ അവരുടെ കോപം അണയും. അവർക്ക് സംഭവിച്ച ആ ക്ഷിപ്ര കോപത്തെക്കുറിച്ച് അവർ അനുതാപമുള്ളവരായിരിക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, കോപിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ മോശമായിട്ടൊന്നും സംസാരിക്കത്തൊന്നുമില്ല, ശാന്തന്മാരെ പോലെ ഇടപെടും.
എന്നാൽ അവരെ രൂപാന്തരപ്പെടുത്താൻ വളരെ കഷ്ടമാണ്. അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം അവർ സ്വയം നീതിയുള്ളവരാണ്, തെറ്റിനെക്കുറിച്ച് ബോധമില്ലാത്തവരാണ്, ഉടഞ്ഞ പാത്രമല്ല എന്ന് അവരെ തന്നെ അഭിമാനിക്കുന്നവരാണ്. അവരെ ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവ് വലിയ ഒരു അടയാളമായിട്ട് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ബോധിച്ചവരോട് കർത്താവ് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. കർത്താവുമായിട്ട് അവർക്ക് ഇടപഴകുവാനുള്ളതായ ഒരു ക്ലോസ് റിലേഷൻ, അടുത്ത ബന്ധം അവർ സ്ഥാപിക്കുന്നതിനാൽ അവരിൽ രൂപാന്തരം ഉണ്ടാകുന്നു. അവരെ കർത്താവ് പല ഉത്തരവാദിത്വങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു എന്നെല്ലാവരും അവകാശപ്പെട്ടേക്കാം. 12 ശിഷ്യന്മാരും അങ്ങനെ അവകാശപ്പെടാൻ യോഗ്യതയുള്ളവരായിരുന്നു. അവരോടൊക്കെയും കർത്താവ് സംസാരിച്ചു, വേറിട്ട് കൊണ്ടുപോയി സംസാരിച്ചെങ്കിലും ചില ശുശ്രൂഷകൾക്ക് അധികാരപ്പെടുത്തുവാൻ വേണ്ടി ഈ ക്ഷിപ്ര സ്വഭാവക്കാരെ കർത്താവ് രൂപാന്തരപ്പെടുത്തി അവരെയാണ് കൂടെ കൊണ്ടുപോയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ വേറെ ചിലരുണ്ട്, സൗമ്യതയോടെ നീക്കും യൂദാസിനെ പോലെയുള്ളവർ. നല്ല പേര് സമ്പാദിച്ച് ആരും വിചാരിക്കത്തില്ല യൂദാസ് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം കാണിക്കുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് താൻ മുതിരുമെന്ന് ആരും വിചാരിച്ചില്ല. വിചാരിക്കാത്ത സമയത്ത് പത്രോസിന് പോലും കർത്താവിനോട് സംസാരിച്ചപ്പോൾ സംശയമുണ്ടായി, കർത്താവേ ഞാനാണോ? ഒരുപക്ഷെങ്കിൽ നിന്നെ കാണിച്ചു കൊടുക്കുന്നവനെന്ന് പറയുന്നത് ഞാനാണോ? എന്നാൽ സൗമ്യരായി നാം കാണുന്ന ചിലർ അപകടകാരികളായിരിക്കും എന്ന് നമുക്കതിൽ നിന്ന് വലിയ പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. കർത്താവിനോട് എത്രത്തോളം അടുത്തു വരുന്നോ അത്രത്തോളം രൂപാന്തരം നമുക്കുണ്ടാവും. വായിച്ച വേദഭാഗം നന്നായി നാം ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം മാധുര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തനിക്ക് ബോധിച്ച ചിലരെ അവൻ അടുക്കൽ വിളിച്ചു, മലമേൽ കയറി. അവർ ഉയരത്തിൽ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് ചെന്ന് പെട്ടെന്ന് വിളി കേട്ട ഉടനെ തൻ്റെ അടുത്തോടി വന്ന് അവൻ്റെ അരികെ നിന്നും അവരോട് കർത്താവ് ആദ്യം ചെയ്തവരുടെ പേരെല്ലാം അങ്ങ് മാറ്റി. ആവശ്യമായ ചില സ്ഥലങ്ങളിൽ ചിലരുടെയൊക്കെ പേര് മാറ്റി വിളിക്കുവാൻ കർത്താവ് മുതിർന്നു. ആ പേരിൽ അവരറിയപ്പെടുക, അല്ലെങ്കിൽ പഴയ പേരിൽ അറിയപ്പെടുമ്പോൾ അവരെ കർത്താവിന് മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ അവരുടെ പേര് മാറ്റി അവരുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് ലോകത്തിൻ്റെ മുൻപിൽ മറ്റുള്ളവരുടെ ഇടയിൽ വെളിപ്പെടുത്തിയതിന് ശേഷം കഠിനമായ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയായ പത്രോസ് ശിമോനോട് പറഞ്ഞു, നീ പത്രോസാണ്, പാറയാണ്, ഉരുക്കമില്ലാത്ത ഹൃദയമാണ് നിനക്ക്, പെട്ടെന്ന് നീ തുടിക്കും, അല്ലെങ്കിൽ വെള്ളം പോലെ നീ തുളുമ്പും. ഇല്ല, തുളുമ്പുവാൻ പാടില്ല എന്ന് കർത്താവ് അവനെ പലപ്പോഴും ശാസിക്കുവാൻ അത് കാരണമായി തീർന്നു. കർത്താവിൻ്റെ ശാസനയെ അവൻ അംഗീകരിച്ചു, ഏറ്റെടുത്തു, ഗുണമായിട്ട് ഏറ്റെടുത്തു. എല്ലാവരെയും ശാസിക്കാൻ കഴിയില്ല. ചിലരൊക്കെ ശാസിച്ചാൽ നമ്മളോട് തിരിഞ്ഞു നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ചില കുഞ്ഞുങ്ങളെ ശാസിച്ചാൽ അവർ തിരിച്ച് നമ്മളോട് മറുതല പറയും. എന്നാൽ ചിലർ ശാന്തരായിരിക്കും. ആ ശാന്തന്മാർ കർത്താവിൻ്റെ വചനം കേട്ട് അവരിൽ രൂപാന്തരവും, ഞാൻ ക്ഷിപ്ര സ്വഭാവിയാണ്, എന്നെ പത്രോസ് എന്ന് കർത്താവ് വിളിച്ചു. അതിൻ്റെ അർത്ഥം ഞാൻ പാറയെപ്പോലെ ഹൃദയ കാഠിന്യമുള്ളവനാണ്. എന്നാൽ ഈ പത്രോസിൽ രൂപാന്തരം ഉണ്ടായപ്പോൾ അനാദി നിർണയത്തിൽ അവരിൽ കൂടെ, അല്ലെങ്കിൽ മനുഷ്യനിൽ കൂടെ ദൈവം വെച്ചിരിക്കുന്നതായ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടുണ്ടായി. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സോർത്താൽ എന്ന് പത്രോസ് എഴുതുമ്പോൾ അതൊരു മഹത്തായ അറിവായി ജനങ്ങളെ ഏറ്റെടുക്കുവാൻ തുടങ്ങി. ഏത് മനുഷ്യനിലും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ളതായ ഒരു ദർശനം പത്രോസിന് കിട്ടി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് ഏത് മനുഷ്യനെയും വ്യതിയാനപ്പെടുത്തുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും ക്ഷിപ്ര സ്വഭാവികളെ നോക്കി, കോപികളെ നോക്കി നമ്മൾ പരാതിപ്പെടാറുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യ ചിലപ്പോൾ പരാതിപ്പെടും, എൻ്റെ ഭർത്താവ് വളരെ ക്ഷിപ്രകോപിയാണ്. ആ ക്ഷിപ്ര കോപം കൊണ്ട് അവനിൽ പല ദോഷങ്ങളും ആ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നു. എന്നാൽ അല്പനേരം കർത്താവിനോട് അടുത്ത് ചെന്ന് നിന്നാൽ, പത്രോസേ നിനക്ക് രൂപാന്തരമുണ്ടാകും, യാക്കോബേ നിന്നിൽ വ്യത്യാസമുണ്ടാകും, യോഹന്നാനെ നിന്നിൽ വ്യത്യാസപ്പെട്ടതായ ചലനാത്മകമായ ചില സ്നേഹ സ്വഭാവങ്ങൾ നിന്നിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. നീ പോകുന്ന വഴി അനേക കഷ്ടങ്ങളിലും പരീക്ഷകളിലും സഹിക്കുവാനും പരീക്ഷയെ സഹിക്കുവാനുള്ള ഒരു കൃപയും അഭിഷേകവും പരിശുദ്ധാത്മാവിനാൽ നിനക്ക് നൽകപ്പെടുമ്പോൾ
നീ ഇനിയും മേലാൽ സെബദീപുത്രൻ അല്ലെങ്കിൽ ഇടിമിന്നലിന്റെ മക്കളല്ല, തേജസ്സിന്റെ സന്തതികളായി നീ രൂപാന്തരപ്പെടുന്നുവെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടും. എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയാമോ? കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ, കർത്താവിന് ബോധിച്ചു വരാൻ. എന്നാൽ ഒട്ടും യോഗ്യതയില്ലാത്ത, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത, പഠിപ്പും ജ്ഞാനവും ഒന്നുമില്ലാത്ത, കുടികിടപ്പായിട്ടുള്ള സ്വഭാവം, കോപ സ്വഭാവം, ക്ഷിപ്ര സ്വഭാവം, ഇടിമിന്നലിന്റെ സ്വഭാവം, ആരെയും കത്തിച്ചു കളയാമെന്നുള്ളതായ ആ ക്ഷിപ്രമായിട്ടുള്ള തീരുമാനം, ഇങ്ങനെയുള്ളവരെ ഒക്കെ കർത്താവ് അടുക്കൽ വിളിച്ചു. അവരിലെ അല്പമായ കോപത്തെ കർത്താവ് കണ്ടു. എങ്കിലും അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ലാളിത്യം, ഒരു ലഘുവായ സ്വഭാവം, മാനസാന്തരപ്പെടുന്ന ഇവനെ വ്യത്യാസപ്പെടുത്താമെന്ന് ദൈവം മുന്നമേ കണ്ടു. തനിക്ക് ബോധിച്ചവരായി അവരെ തെരഞ്ഞെടുത്തു. മറുരൂപമലയിലും അനേക ശുശ്രൂഷക രംഗത്തും കർത്താവ് അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവരോട് സംസാരിച്ചു. കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ വ്യത്യാസമുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കർത്താവ് സംസാരിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ വ്യതിയാനപ്പെടും. നമ്മുടെ ഭർത്താവ് വ്യതിയാനപ്പെടും, വ്യത്യാസപ്പെടും. ഭാര്യയിൽ വ്യത്യാസമുണ്ടാകും. കുടുംബജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. ദേശത്തും സഭയിലും സമൂഹത്തിലും അവർ വാഴ്ത്തപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരുമാകും. അവരുടെ നാമം വലിയ നാമമായി കർത്താവ് അവരെ ഉയർത്തും. എങ്ങനെ? കർത്താവിനോട് അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ, അവന്റെ സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ, മറ്റുള്ളവർക്ക് മുൻപേ ഓടിച്ചെന്ന് കർത്താവ് വിളിച്ചവരെ, ബോധിച്ചവരെ താൻ അരികിൽ വിളിച്ചപ്പോൾ ഈ 3 പേരും ഓടിച്ചെന്നു. എല്ലാത്തിലും അവർക്ക് ക്ഷിപ്ര സ്വഭാവമാണ്. ആദ്യം ചെന്ന് കർത്താവിനോട് കൂടെ അടുത്ത് നിന്നു. കർത്താവിനോട് അരികെ നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാവകാശം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുറ്റുമായി മാറ്റി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം സമ്മാനിക്കുവാൻ കർത്താവിന് കഴിയും. നമ്മുടെ ജീവിതത്തിലെ പരാതികളെല്ലാം മാറും, സങ്കടങ്ങളെല്ലാം മാറും. ഇപ്പോൾ നോക്കിയാൽ ലൗകികപരമായിട്ട് നമുക്ക് ഒത്തുകൊള്ളുവാൻ കഴിയാത്ത അനേക സ്വഭാവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് കുടുംബത്തിലും ദേശത്തും എല്ലാം ഭയങ്കര പ്രയാസം. നമ്മുടെ കോപം കൊണ്ടും ഈ മനുഷ്യനെ അല്ലെങ്കിൽ ചുട്ടരിച്ച് കളയണമെന്നുള്ളതായ ആ ചിന്താഗതിയൊക്കെ കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ സമൂഹത്തിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും ഒക്കെ, അല്ലെങ്കിൽ ആ വിശ്വാസ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലുമൊക്കെ അനേക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കർത്താവിൻ്റെ വിളി കേട്ട് അവൻ്റെ അടുത്ത് വരിക. അവൻ ബോധിച്ചവരായി നിന്നെ കാണുമ്പോൾ കർത്താവ് നിന്നെ വ്യത്യാസപ്പെടുത്തും. ഒരു ഉടഞ്ഞു പോയതായ ഒരു കുശവന്റെ കയ്യിലെ കേടായി പോയ കളിമണ്ണിനെ ഒരു കുശവനെങ്ങനെ മാനപാത്രമായി വേറൊരു രൂപം കൊടുത്ത്, ഒട്ടും മോശമല്ലാത്ത ഒരു രൂപം, ആ കുശവന്റെ മനസ്സിലുള്ളതായ ഒരു സകല ആ ഭാവനകളും അതിലേക്ക് പകർന്നുകൊണ്ട് വേറൊരു രൂപം കൊടുത്തതിനെ മാന്യതയുള്ള പാത്രമാക്കി അതിനെ മാറ്റി. കണ്ടു നിന്നവരൊക്കെ വിചാരിച്ചു, ഓ ഇവൻ കേടായതുകൊണ്ട് ഇവനെ എറിഞ്ഞുകളയുമെന്ന് അവർ അതിനു വേണ്ടി കാത്തിരുന്നു. മറ്റുള്ളതായ കളിമണ്ണിന്റെ കൂട്ടത്തിൽ അവൻ എറിഞ്ഞുകളി, ഇനി അവനെ ഉപയോഗിക്കില്ല എന്ന് അവർ നോക്കിയിരുന്നു. പക്ഷെങ്കിൽ ദൈവമോ അവരെ വീണ്ടും ഉപയോഗിച്ചു. ദാവീദിനെ ഉപയോഗിച്ചു, യാക്കോബിനെ ഉപയോഗിച്ചു. അങ്ങനെ അനേക പിതാക്കന്മാരെ കർത്താവ് ഉപയോഗിച്ചു. ഉടഞ്ഞ പാത്രങ്ങളായിരുന്നു. അവരാരും സുദീർഘമായ ജീവിതങ്ങൾ കാഴ്ചവെച്ചവരായിരുന്നില്ല ആരംഭത്തിൽ. എന്നാൽ ദൈവം അവരെ കരങ്ങളിലെടുത്തപ്പോൾ ദൈവശബ്ദം അവരെ വ്യതിയാനപ്പെടുത്തുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ, കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളിൽ വ്യത്യാസമുണ്ടാകുന്നു. നാം കർത്താവിന് പ്രിയപ്പെട്ടവരാകുന്നു. സ്നേഹത്തിൻ്റെ ഉടമയെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ പ്രസംഗിക്കാനുള്ളൊരു ചാതുര്യത നമുക്ക് ലഭിക്കുന്നു. പരീക്ഷകളെ കാണുമ്പോൾ ഓടിപ്പോകുന്നവരല്ല, അത് സഹിക്കുവാനുള്ളൊരു വൻകൃപ നമുക്ക് തരുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ളതായ ഒരു പ്രസംഗികളായി ദൈവം നമ്മെ മാറ്റുന്നു. ഈ പ്രഭാതത്തിൽ രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി, കർത്താവിനെ ബോധിച്ച മനുഷ്യരായി, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി, ലോകത്തിൽ നമുക്ക് സകലത്തിനു മേലായി കർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.